വാഹനം ഓടിക്കുന്ന ഡ്രൈവറിന് പ്രശ്നം വരുന്നത് വീട്ടിലെ ഷെഡിൽ വണ്ടി കിടക്കുമ്പോഴാണോ? ഒരു കപ്പലിന് പ്രശ്നമുണ്ടാകുന്നത് തീരത്ത് അടച്ചിട്ടിരിക്കുമ്പോഴാണോ? ഒരു കപ്പലിന് പ്രശ്നം, കപ്പിത്താന് പ്രശ്നം ഉണ്ടാകുന്നത്? ഒരു പട്ടത്തിന് പ്രശ്നം ഉണ്ടാകുന്നത് ഉയർന്ന് പറക്കുമ്പോഴാണോ കടയിലിരിക്കുമ്പോഴാണോ? നല്ലൊരു വാഹനം നല്ലതെന്ന് പറയുന്നത് എപ്പോഴാ? ഏതൊരു കയറ്റവും ഏതൊരു ഇറക്കവും ഏതൊരു കുത്തനെ ഇറക്കവും മനോഹരമായിട്ട് ആ വാഹനം നല്ല രീതിയിൽ പോകാൻ കഴിയുമ്പോഴാണ് പറയാൻ പറ്റുന്നത് നല്ലൊരു വാഹനമാണ്. ഒരു കപ്പലും കപ്പിത്താനും എപ്പോഴാ മികച്ചതായി തീരുന്നത്? എതിരെ അടിക്കുന്ന തിരമാലകളെയും കാറ്റിനെയും ഒക്കെ ഭേദിച്ച് മുൻപോട്ട് പോകാൻ, കടൽ തിരമാലകളെ ഭേദിച്ച് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത കരയിലേക്ക് പോകാൻ ഒരു കപ്പലിനും കപ്പിത്താനും കഴിയുമ്പോഴാണ് ഇത് നല്ലതെന്ന് പറയാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നീ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നീ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നീ ചൂടേൽക്കുന്നുണ്ടെങ്കിൽ, തണുപ്പേൽക്കുന്നുണ്ടെങ്കിൽ, തളരുന്നുണ്ടെങ്കിൽ, നിന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പിറുപിറുപ്പ് ഉയരുന്നുണ്ടെങ്കിൽ ഓർക്കുക, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ തകർച്ചയുടെ സമയമല്ല ഇത്, ഉയർച്ചയുടെ സമയമാണ്. ഇത് വളർച്ചയുടെ സമയമാണ്. നിനക്ക് പ്രതിസന്ധി വരാൻ കാര്യം എന്തെന്നോ? നിന്നിൽ ഫലമുള്ളതുകൊണ്ടാണ് ഈ ഏറ് വരുന്നത്. നിന്നിൽ ഫലമുണ്ട്, നിന്നിൽ ഗുണമുണ്ട്, നിന്നിൽ പ്രതീക്ഷയുണ്ട്. ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന വ്യക്തികൾക്ക് പ്രതിസന്ധി ഉണ്ടാകും. ദൈവരാജ്യത്തിന് ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള വ്യക്തികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇന്ന് നീ രോഗം ശരീരത്തിൽ അനുഭവിക്കുന്നെങ്കിൽ ഓർക്കുക, ക്രൂശിതനായ യേശുവിന്റെ സൗഖ്യം നിന്നെ തേടി വരുന്നുണ്ട്. അവന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം നിന്റെ ശരീരത്തിൽ ഇന്ന് പകൽ ഇറങ്ങും. ഇന്ന് നീ രോഗിയാണെങ്കിൽ, ഇന്ന് നീ ഭാരത്തിലാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഈ പ്രതിസന്ധി നിനക്ക് നന്മയായി തീരാൻ പോകുകയാണ്. ഈ പ്രതിസന്ധി നിനക്ക് അനുഗ്രഹമായി തീരാൻ പോകുകയാണ്. ഈ തടസ്സം നിനക്ക് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള വഴിയായി തീരാൻ പോകുകയാണ്. യാബോക്കിന്റെ തീരത്ത് യാത്ര അവസാനിപ്പിച്ച് യാക്കോബ് നിൽക്കുമ്പോൾ, യാക്കോബ് എന്താ യാത്ര അവസാനിപ്പിച്ചത്? ഒരു പ്രതിസന്ധി വരുന്നുണ്ട്. ഏശാവ് എന്റെ സഹോദരൻ എന്നെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്. എനിക്ക് സമ്പാദ്യമുണ്ട്, അകമ്പടി നായകന്മാരുണ്ട്, എന്തുണ്ടെങ്കിലും ഏശാവ് എന്നെ കൊന്നുകളയും. പക്ഷെ യാക്കോബേ, നിനക്ക് ഈ യാബോക്ക് അനുവദിച്ചത് എന്തെന്നോ? ഒരു സ്വർഗീയ ദർശനം, ദൈവത്തിന്റെ ഒരു മൽപ്പിടുത്തം നിനക്ക് നടത്താൻ വേണ്ടിയാ. ഹന്ന വീട്ടിലെന്നും രാവിലെ മുതൽ തന്റെ സഹോദരി പെനീനയുടെ കുത്തുവാക്ക് കേൾക്കുകയാണ്. ഹന്നെ ഓർത്ത് കാണും, ദൈവമേ, ദൈവം എന്നെ ഓർക്കുന്നില്ലേ? ദൈവം എന്നെ ഓർക്കുന്നില്ലേ? എല്ലാ വർഷവും യാഗം കഴിക്കാൻ പോകുന്നതാ, എല്ലാ വർഷവും ദേവാലയത്തിൽ പോകുന്നതാ, എന്നെ ഓർക്കുന്നില്ലേ? ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രവാചകനെ ശമൂവേലിനെ നിനക്ക് തരാൻ വേണ്ടിയാ ഈ പ്രശ്നവും കുത്തുവാക്കുകളും നീ കേൾക്കുന്നത്. എന്താ പ്രതിസന്ധി? എന്താ പ്രശ്നം? എന്താ ഇന്ന് ഈ ഭാരങ്ങൾ നേരിടുന്നത്? സഭ വളർന്നപ്പോൾ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി.